ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു ലഡ്ഡു ഉണ്ടാക്കാം. അമൃതം പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതിനിതാ 4 അച്ച് ശർക്കരയാണ് മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. പിന്നെ 1 കപ്പ് നമ്മുടെ അരി, പച്ചരി എടുക്കാം, അല്ലെങ്കിൽ ബോയിൽഡ് റൈസ് എടുക്കാം. വറുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വറുത്ത് വരണം നമ്മുടെ ഈ അരി. അപ്പോൾ അരി ഇങ്ങനെ പൊട്ടി തുടങ്ങും. അപ്പോൾ നല്ല ഒരു ഇളം ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത ശേഷം നമുക്ക് കൂൾ ചെയ്ത ശേഷം പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഒന്ന് തണുക്കട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ഏലക്ക ചേർത്തിട്ടാണ് നമ്മൾ പൊടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അരിത പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1.5 കപ്പ് അമൃതം പൊടി എടുക്കാം. അതും ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അത് നല്ല ബ്രൗണൊന്നും ആവണ്ട, കരിഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അമൃതം പൊടി. 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് നാളികേരമാണ് വറുക്കാൻ പോകുന്നത്. അപ്പോൾ നാളികേരത്തിൻ്റെ ആ ഒരു മോയ്സ്ചറൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അത്രയ്ക്കൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ അരിപ്പൊടിയും അമൃതം പൊടിയും നാളികേരവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ജാഗ്രി സിറപ്പ് അതൊന്ന് ചൂടായിട്ട് തന്നെ ഇരിക്കണം. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ജാഗ്രി സിറപ്പ് ഫിൽട്ടർ ചെയ്തതാണ് ഒഴിക്കാം. അപ്പോൾ ഇതിന് ഒരു ചൂടുണ്ട്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് മെല്ലെ കയ്യിൽ പിന്നെ ഉരുളകളാക്കാൻ പറ്റും. എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. ഇപ്പം ഞാനൊരു 3/4 കപ്പ് ഷുഗർ സിറപ്പാണ് എടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ ഈ അളവിന് അത് ധാരാളം മതിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കയ്യിൽ നെയ്യൊന്നും തേച്ചിട്ടില്ല. കയ്യിൽ വേണമെങ്കിൽ എണ്ണയോ നെയ്യോ തേച്ചിട്ടും ഉരുണ്ട പിടിക്കാം. ഞാൻ ഒന്നും തേക്കാതെ തന്നെ ഉരുണ്ട പിടിച്ചിട്ടുണ്ട്. നന്നായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തിയാണ്. ഓരോ ദിവസം ഓരോന്ന് വെച്ച് കഴിച്ചാലും മതി. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.